ഞങ്ങൾ മൂന്നുപേര് ഇപ്പം നിൽക്കുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ അടുത്താണ്. കൊട്ടിയൂർ അമ്പലത്തിൽ നിന്ന് നേരെ പോകുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ വേണ്ടിയായിരുന്നു. ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ടായിരുന്നു. കൊട്ടിയൂർ ഉത്സവം ആയതുകൊണ്ട് തന്നെ പറശ്ശിനിക്കടവ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ണൂർ വരെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയല്ലേ മുത്തപ്പനെ കാണാണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുക. കൊട്ടിയൂർ ഉത്സവത്തിന്റെ സമയത്ത് മുത്തപ്പനോട് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പുഴയിലിറങ്ങി കാല് നനയ്ക്കാണ്ട് എങ്ങനെയല്ലേ മുത്തപ്പനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുക. അപ്പൊ ഞാനും ദേവനും കൂടെ പുഴയിലിറങ്ങി കാലൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. പിന്നെ മുത്തപ്പനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊട്ടിയൂർ ഉത്സവം ആയതുകൊണ്ട് മുത്തപ്പനോട് ഇല്ലായിരുന്നു, മുത്തപ്പനെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. കൊട്ടിയൂർ ഉത്സവത്തിന്റെ സമയത്ത് മുത്തപ്പൻ അവിടെയാണെന്നാണ് പറയാറ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിനേക്കാൾ ഒന്നും കൂടെ ബോട്ടും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. പുഴയിലൂടെ ഒരുപാട് ബോട്ടുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ആ മഴയും കൊണ്ട് ഞാനും ദേവനും കുറച്ചേരം അതിരയിലേക്ക് നടന്നു. പിന്നെ ദേവന് പിന്നെയും പുഴയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ദേവനെയും കൊണ്ട് പിന്നെ ഒന്നും കൂടെ പുഴയിലിറങ്ങി അവന് കാലൊക്കെ ഒന്ന് കഴുകി പെട്ടെന്ന് കയറി. പിന്നെ മുത്തപ്പന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു കാര്യമല്ലേ മുത്തപ്പന്റെ പ്രസാദം. അതും കഴിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം.